ഇവിടെ ഹീറോയിനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ കുറേ വർഷത്തിന് ശേഷം പ്രഗ്നന്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കുറച്ച് സ്വർണ്ണമെല്ലാം വാങ്ങിച്ചോട് ചടങ്ങ് ചെയ്യാണ്. പക്ഷേ ആ സമയത്ത് അത് കാണുന്ന ഇവളുടെ അനിയത്തിക്കാണെങ്കിൽ അതേപോലെ സ്വർണ്ണം ഇവൾക്കും വേണമെന്ന് ആഗ്രഹം തോന്നും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാജിക്കിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഇവളാണെങ്കിൽ ഇവൾക്ക് സ്വർണ്ണം കിട്ടാനുള്ള കുറുക്ക് വഴി എന്താണെന്ന് അറിഞ്ഞിട്ട് ഒരു അഗോരിയെ കാണുകയാണ്. പക്ഷേ ആ സമയത്ത് അഗോരിയാണെങ്കിൽ നിന്റെ വീട്ടിൽ തന്നെ കുറേയധികം സ്വർണ്ണമുണ്ട്, പക്ഷേ എന്റെ കാവലായിട്ടാണെങ്കിൽ ഒരു ദേവി ഉണ്ടെന്ന് പറയും. അതേ സമയത്ത് സ്വർണ്ണം എവിടെയാണെന്ന കാര്യം ബ്ലൂ കളർ കണ്ണുള്ള ചേച്ചിക്ക് മാത്രമേ കാണാൻ പറ്റൂ, അവളെയും കൊണ്ടുവരണമെന്ന് പറയും. പക്ഷേ അഗോരി വരുന്ന കാര്യമെല്ലാം കേൾക്കുന്ന ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അതൊന്നും വേണ്ടെന്ന് പറയണം, അവന് പേടിയാണെന്ന് പറയും. എന്നാൽ ഇവൾക്കാണെങ്കിൽ ആ സ്വർണ്ണത്തിന് മേലുള്ള അതിമോഹം കൂടി വരികയാണ്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് വേണമെന്ന് പറയും. അങ്ങനെ ഇവളുടെ ഹസ്ബൻഡ് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവളാണെങ്കിൽ ചേച്ചി പോയിട്ട് കൺവിൻസ് ചെയ്യാണ്. എനിക്ക് നല്ല രീതിയിൽ കുഞ്ഞു പ്രസവത്തിനായിട്ട് ഒരു പൂജ ഏർപ്പെടുത്തിട്ടുണ്ട്, സോ നീ വരണമെന്ന് പറയും. ഹീറോയിനും അത് വിശ്വസിച്ച് അവളുടെ കൂടെ പോയാൽ അവിടെയുള്ള അഗോരിയും സെറ്റപ്പ് എല്ലാം കണ്ട് ടെൻഷൻ ആവുകയാണ്. പക്ഷെ അവളെ കൺവിൻസ് ചെയ്ത് വീണ്ടും പൂജ ആരംഭിക്കും. അടുത്ത സെക്കൻഡ് തന്നെ ഹീറോയിനും വീട്ടിൽ സ്വർണ്ണമുള്ള സ്ഥലം കാണിച്ചു കൊടുക്കണം. അടുത്ത ടൈം അവർ പോയി തേങ്ങ ഉടയ്ക്കും. പക്ഷെ ആ സമയത്ത് ഹീറോയിനാണെങ്കിൽ ലേബർ പെയിൻ വരികയാണ്. സോ ഹീറോന്റെ ഹസ്ബൻഡും അവളെ സേഫ് സ്ഥലത്ത് വെച്ചിട്ട് ആൾക്കാർ വിളിക്കാനായിട്ട് പോകുകയാണ്. ഈ സൈഡ് അഗോരിയാണെങ്കിൽ കോഴിയുടെ ചോറി കളത്തിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. അടുത്ത സെക്കൻഡ് തന്നെ അവിടേക്കാണെങ്കിൽ കുറേയധികം കറുത്ത പ്രേതങ്ങളൊന്നും കുഴിക്കാൻ തുടങ്ങാണ്. ആ സമയത്ത് അവിടേക്കാണെങ്കിൽ സ്വർണ്ണം കാക്കുന്ന ദേവിയും വരും. ഈ സൈഡ് ഹീറോന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പ്രസവം നോക്കാനായിട്ട് ഒരാളെയും കൊണ്ടുവരികയാണ്. ഈ സൈഡ് ഇവന്മാരാണെങ്കിൽ ദേവിക്ക് ഒരു ആടിന് ബലി കൊടുക്കണം, പക്ഷെ ചോരയാണെങ്കിൽ ദേവിക്ക് മതിയാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ മാട്ടിനെ കൊണ്ടുവന്ന് അതിന് കൊന്ന് ബലി കൊടുക്കണം, പക്ഷെ ചോരയും മതിയാവില്ല. ഈ സമയത്ത് ഹീറോനെ കുഞ്ഞിൻ ജനിക്കുകയാണ്. പക്ഷെ അത് കാണുന്ന ദേവിയാണെങ്കിൽ ആ കുഞ്ഞിന് ബലി വേണമെന്ന് പറയും. ആ ദേവി പറയുന്ന പോലെ കുഞ്ഞിനെ ബലി കൊടുത്തില്ലെങ്കിൽ അവിടെ എല്ലാവരും മരിക്കുന്ന അഗോരി പറയാണ്. ഇവരും അവരോട് കൂടി കുഞ്ഞിന് ബലി കൊടുത്ത് നമുക്ക് സ്വർണ്ണം കിട്ടുന്ന പറയണം. പക്ഷെ അത് കേൾക്കുന്നവരാണെങ്കിൽ ടെൻഷൻ ആവും. അവനെ തള്ളിമാരിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുകയാണ്. പക്ഷെ അതേ സമയത്ത് ദേവിക്കാണെങ്കിൽ മനുഷ്യ ബലി കിട്ടിയേ പറ്റൂ. ആ അഗോരിയാണെങ്കിൽ ഒന്നും നോക്കാതെ അവനെ കൊല്ലുകയാണ്. പക്ഷെ ദേവിക്കാണെങ്കിൽ അത് മതിയാവില്ല. അങ്ങനെ സ്വർണ്ണം ആഗ്രഹിച്ച് അവളെയും ബലി കൊടുക്കണം, പക്ഷെ അത് മതിയാവുന്നില്ല എന്ന് പറയും. അങ്ങനെ അവസാനം വേറെ വഴിയില്ലാതെ അഗോരി സ്വയം ബലി കൊടുക്കണം, പക്ഷെ അത് മതിയാവുന്നുണ്ടാവില്ല. ഈ ദേവി ആഗ്രഹിച്ച ഹീറോന്റെ കുഞ്ഞിനെ കിട്ടാത്തതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും കൊല്ലാൻ തുടങ്ങും.